Hi all, welcome to Learnino. നമുക്ക് ഇലക്ട്രോകെമിസ്ട്രി ആൻഡ് കൊറോഷനിലെ അടുത്ത പോർഷൻ നോക്കാം. ഇനി പഠിക്കാനുള്ളത് ഇലക്ട്രോകെമിക്കൽ സീരീസ് ആണ്. എന്താണ് ഇലക്ട്രോകെമിക്കൽ സീരീസ്? A series in which represent an arrangement of various metal electrodes in the increasing order of their standard reduction potential or decreasing order of oxidation potential is called electrochemical series. അതായത് പലതരം മെറ്റൽ ഇലക്ട്രോഡുകളെ അവരുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലോ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ ഡിക്രീസിംഗ് ഓർഡറിലോ അടുക്കി വെച്ചിരിക്കുന്ന ഒരു സീരീസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. അപ്പോൾ ഇവിടെ നോക്കാം, റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ കുറച്ച് ഇലക്ട്രോഡ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിഥിയം, പൊട്ടാസ്യം, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങി ഫ്ലൂറിൻ വരെ ആ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. വേരിയസ് മെറ്റൽ ഇലക്ട്രോഡ്സിനെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓർ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഈസ് കാൾഡ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഇനി ഈ ഇലക്ട്രോകെമിക്കൽ സീരീസിന് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഈ ഭാഗത്ത് നിന്ന് എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വാട്ട് ആർ ഇലക്ട്രോകെമിക്കൽ സീരീസ്, വാട്ട് ആർ ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് ചോദിക്കാറുണ്ട്. ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ്. Electrodes having negative value of standard electrode potential with respect to hydrogen have tendency to undergo oxidation and act as anode. ഇപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഇപ്പം നമ്മൾ ഹൈഡ്രജനെ റെഫറൻസ് ആക്കി വെച്ചതുകൊണ്ട് ഹൈഡ്രജന്റെ മുകളിൽ കുറേ എലമെന്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഹൈഡ്രജൻ ആയിരുന്നു റെഫറൻസ് എന്ന് പറയുന്നത്. ഹൈഡ്രജന്റെ തൊട്ട് മുകളിലുള്ള ഇലക്ട്രോഡ്സിനെല്ലാം നെഗറ്റീവ് വാല്യൂവും ഹൈഡ്രജന്റെ താഴെയുള്ളവർക്കെല്ലാം പോസിറ്റീവ് വാല്യൂ ആണ്. ഇപ്പൊ ഹൈഡ്രജന്റെ മുകളിലുള്ള നെഗറ്റീവ് വാല്യൂ ഉള്ള ആൾക്കാര് എപ്പോഴും ഓക്സിഡേഷനിലാണ് പങ്കെടുക്കുക. അതായത് ഇപ്പൊ സിങ്കിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -0.76 വോൾട്ട് ആണ്. ഇപ്പൊ കോപ്പറിന്റെ വാല്യൂ +0.34 വോൾട്ട് ആണ്. ഇപ്പോൾ സിങ്കിന്റെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് they always undergo oxidation, so it acts as anode. Whereas electrode having positive value, ഇനി പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അവര് റിഡക്ഷൻ ആയിരിക്കും എപ്പോഴും നടത്തുക. സോ അവര് കാഥോഡ് ആയിരിക്കും. ഓക്സിഡേഷൻ നടത്തുന്നവര് ആനോഡും റിഡക്ഷൻ നടത്തുന്നവര് കാഥോഡും. സെക്കൻഡ് ആപ്ലിക്കേഷൻ വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതായത് ഒരാളെ എടുത്തു മാറ്റിയിട്ട് അവിടെ വേറൊരാൾ വരുന്ന റിയാക്ഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. To predict whether a given metal will displace another from its salt solution. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്? Metals having lower reduction potential will always displace metals having higher reduction potential. അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള ആൾക്കാര് കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമുക്കറിയാം നീല നിറമാണ്. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് സിങ്ക് ഇട്ട് വയ്ക്കുകയാണ്. കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കോപ്പർ സൾഫേറ്റിന്റെ നീല നിറം ഫെയ്ഡ് ആവുന്നുണ്ട്. കാരണം സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കുറവും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവും കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലുമാണ്. അപ്പൊ കോപ്പറിനെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ആര് കയറിയിരിക്കും? സിങ്ക് കയറിയിരിക്കും. അതുകൊണ്ടാണ് ആ നീല നിറം ഫെയ്ഡ് ആവാനുള്ള കാരണം. Metals having negative electrode potential can displace hydrogen gas from acid. ഇനി അതുപോലെ തന്നെ നമ്മൾ അയൺ, സിങ്ക്, അലൂമിനിയം തുടങ്ങിയ മെറ്റലുകളെ ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിലോട്ട് ഇടുവാണെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വരും. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ എക്സ്പെരിമെന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനകത്തോട്ട് കുറച്ച് സിങ്ക് ഗ്രാനുകൾ ഇടുക. അപ്പൊ ഇടുന്ന സമയത്ത് അതിനകത്തുനിന്നൊരു ഗ്യാസ് ഇവോൾവ് ചെയ്യും. ആ ഗ്യാസിന്റെ അടുത്തേക്ക് നമ്മളൊരു തീപ്പെട്ടി കത്തിച്ചു കൊണ്ടുവച്ചാൽ അത് പോപ്പ് സൗണ്ടോട് കൂടി അണയും. അതിന് കാരണം എന്താണ്? പോപ്പ് സൗണ്ടോട് കൂടി അണയണമെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഈ ഇലക്ട്രോകെമിക്കൽ സീരീസിലെ അയൺ, സിങ്ക്, അലൂമിനിയം തുടങ്ങിയ മെറ്റൽസിനെ എല്ലാം ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതും നമുക്ക് ഇവരുടെ ആപ്ലിക്കേഷൻ ആയിട്ട് ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് തന്നെ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ
ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിലെ ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആളെ ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആളെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. മെറ്റൽസ് ലൈക്ക് അയൺ, സിങ്ക്, അലൂമിനിയത്തിന് ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തേർഡ് വൺ ഈസ് സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ. എത്ര വേഗത്തിൽ റിയാക്ഷൻ നടക്കും എന്നുള്ളത് നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസ് വെച്ച് അറിയാൻ പറ്റും. അതായത് EMF പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. EMF നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ എന്ത് ചെയ്യത്തില്ല, ഒക്കർ ചെയ്യത്തില്ല. ഇനി ഫോർത്ത് വൺ, കാൽക്കുലേഷൻ ഓഫ് EMF. നമുക്കറിയാം EMF കണ്ടുപിടിക്കണമെങ്കിൽ E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ് ഓർ E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഒരു സെല്ലിലെ മൊത്തത്തിലുള്ള EMF നമ്മൾ SHയും കലോമിലും ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് കാഥോഡിൽ നിന്ന് ആനോഡിനെ കുറയ്ക്കണം. അപ്പൊ കാഥോഡ് ആരാ ആനോഡ് ആരാന്ന് നമുക്ക് ഈ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മനസ്സിലാകും. നെഗറ്റീവ് വാല്യൂ ഉള്ള ഒരു ആനോഡും പോസിറ്റീവ് വാല്യൂ ഉള്ള ഒരു കാഥോഡും. Predicting the anode and cathode. The electrode with the higher reduction potential will act as cathode and electrode having lower reduction potential will act as anode. അതായത് ആനോഡിനെയും കാഥോഡിനെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളവർ എപ്പോഴും കാഥോഡും ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളവർ ആനോഡുമാണ്. അതും ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. നേരത്തെ പറഞ്ഞതുപോലത്തെ ആപ്ലിക്കേഷൻ തന്നെയാണ്. ദെൻ to predict the relative oxidizing and reducing tendency. ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനോഡിന് എപ്പോഴും ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. മാറിപ്പോവരുത്. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. റിഡക്ഷൻ സംഭവിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഓക്സിഡൈസിങ് റെഡ്യൂസിങ് ഏജന്റ്, പിന്നെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, സ്പോണ്ടേനിറ്റി, EMF കാൽക്കുലേഷൻ, ആനോഡ് കാഥോഡ് പ്രഡിക്ഷൻ, റിലേറ്റീവ് ഓക്സിഡൈസിങ് റെഡ്യൂസിങ് ടെൻഡൻസി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഇലക്ട്രോകെമിക്കൽ സീരീസിനെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇലക്ട്രോകെമിക്കൽ സീരീസും അതിൻ്റെ ആപ്ലിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് സെൽസിനെ പറ്റിയാണ്. അതായത് ഏതൊക്കെ ടൈപ്പ് സെല്ലുകളാണ്. കൊമേഴ്സ്യൽ സെൽസ് ആർ യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ഇലക്ട്രിക് എനർജി. നമ്മുടെ സെല്ലുകളാണ് ഇലക്ട്രിക് എനർജിയുടെ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് സെല്ലുകളാണ് വരുന്നത്, പ്രൈമറി സെൽസും സെക്കൻഡറി സെൽസും. പ്രൈമറി സെൽസ് ആർ ദ സെൽസ് ഇൻ വിച്ച് സെൽ റിയാക്ഷൻ കാനോട്ട് ബി റിവേഴ്സ്ഡ്. അതായത് ഒരിക്കലും റിവേഴ്സ് ചെയ്ത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത സെല്ലുകളാണ് പ്രൈമറി സെൽസ്. എക്സാമ്പിൾ ഡാനിയൽ സെൽ. സിങ്ക് റോഡും കോപ്പർ റോഡും ഉപയോഗിച്ചിട്ടുള്ള ഡാനിയൽ സെല്ല്, വെസ്റ്റേൺ കാഡ്മിയം സെല്ലൊക്കെ പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ആണ്. ദെൻ സെക്കൻഡറി സെൽസ് ഓർ സ്റ്റോറേജ് സെൽസ്. അതായത് നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച് നമുക്ക് റിയാക്ഷൻസ് റിവേഴ്സ് ചെയ്യാം, ചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകൾ. ലിഥിയം അയോൺ സെല്ല്, ലെഡ് സ്റ്റോറേജ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്. ഈ സെല്ലുകളാണ് നമുക്ക് ചാർജ് ചെയ്യാൻ. നമ്മുടെ മൊബൈൽ, ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിച്ചൂടെ. ആ ടൈപ്പ് സെല്ലുകളാണ് സെക്കൻഡറി സെല്ലുകൾ. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ലിഥിയം അയോൺ ബാറ്ററി ഓർ ലിഥിയം അയോൺ സെല്ലിനെ പറ്റിയാണ്. ഇറ്റ് ഈസ് എ റീചാർജബിൾ ബാറ്ററി ഇൻ വിച്ച് ലിഥിയം അയോൺ മൂവ്സ് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡ് ഡ്യൂറിങ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജ്. ഇതൊരു റീചാർജബിൾ ബാറ്ററിയാണ്. അതായത് ഇതിനകത്ത് ആനോഡ്, എല്ലാ ബാറ്ററിക്കും ഒരു ആനോഡ് കാണും, ഒരു കാഥോഡ് കാണും, ഒരു ഇലക്ട്രോലൈറ്റ് കാണും. ഇതിനിടയ്ക്ക് ഈ ലിഥിയം എന്ത് ചെയ്യാണ്, ലിഥിയം അയോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. It is more popular than other batteries because lithium has higher negative value for reduction potential and lower atomic mass than any other metal. ഒത്തിരി പോപ്പുലാരിറ്റി ഉള്ള ബാറ്ററി, നമ്മൾ മൊബൈൽ ഫോൺസിലും എല്ലാം യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് ലിഥിയം അയോൺ ബാറ്ററി. കാരണം ലിഥിയത്തിന് ഹയർ നെഗറ്റീവ് വാല്യൂ ഫോർ റിഡക്ഷൻ പൊട്ടൻഷ്യലും അറ്റോമിക് മാസും കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വൈഡ്ലി യൂസ് ചെയ്യാൻ പറ്റും. ലോ വെയിറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ബാറ്ററിയാണ് ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറയുന്നത്. അത് ഒരു റീചാർജബിൾ ബാറ്ററിയാണ്. നമുക്ക് റീചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാറ്ററിയാണ് ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കൺസ്ട്രക്ഷൻ. It is a typical lithium ion cell. The positive electrode is made up of crystalline lithium metal oxide. ലിഥിയം കൊബാൾട്ട് ഓക്സൈഡോ ലിഥിയം മെറ്റൽ ഓക്സൈഡോ ആയിരിക്കും പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്.
ഇനി നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ലിത്തിയേറ്റഡ് ഗ്രാഫൈറ്റ്, ലിത്തിയം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ലിത്തിയേറ്റഡ് കാർബൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി lithium ions are moves in between layers of carbon atom. Electrolyte is the solution of lithium salt in organic solvent. A solid electrolyte separates anode and cathode. അപ്പോൾ ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലിത്തിയം സോൾട്ട് ആണ്. ഇനി ആനോഡിനെയും കാഥോഡിനെയും കൂടെ വേർതിരിച്ചുകൊണ്ട് ഒരു സെപ്പറേറ്റർ കാണാം. അപ്പോൾ പോസിറ്റീവായിട്ട് ലിത്തിയം കൊബാൾട്ട് ഓക്സൈഡ്, നെഗറ്റീവായിട്ട് ലിത്തിയേറ്റഡ് ഗ്രാഫൈറ്റ്, then electrolyte is lithium salt, then there is a solid electrolytic separator. Okay, അപ്പോൾ വർക്കിംഗ് നോക്കാം. ലിത്തിയം അയോൺ ബാറ്ററിയുടെ വർക്കിംഗ് എങ്ങനെയാണ്? ആനോഡും കാഥോഡും ഉണ്ട്, ഇലക്ട്രോലൈറ്റും ഉണ്ട്, സെപ്പറേറ്റർ ഉണ്ട്, ഇതെല്ലാം പറഞ്ഞു. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലിത്തിയം അയോൺ മൂവ്സ് ഫ്രം the anode to cathode during discharging and from cathode to anode while charging. അപ്പോൾ ഇവിടെ ഡിസ്ചാർജിങ് സമയത്ത് ലിത്തിയം അയോൺ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കും ചാർജിങ് സമയത്ത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്കുമാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചാർജിങ് എന്ന് നോക്കാം. ചാർജിങ് സമയത്ത് ഈ ലിത്തിയം അയോൺ ബാറ്ററി ഇലക്ട്രോളിറ്റിക് സെല്ലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ആനോഡിലെ റിയാക്ഷൻ നോക്കാം. ലിത്തിയം മെറ്റൽ ഓക്സൈഡ് LiMO2. അപ്പോൾ ഒരു ലിത്തിയം ഉണ്ട്, അതിൽ നിന്ന് എക്സ് ലിത്തിയവും എക്സ് ഇലക്ട്രോണും പുറത്തേക്ക് പോയി. സോ 1 - x ലിത്തിയമാണ് ബാക്കിയുള്ളത്. LiMO2 gives Li1 - x MO2 plus x Li plus x ഇലക്ട്രോൺ. ആനോഡ് ആവുമ്പോൾ ഓക്സിഡേഷൻ ആണ്, സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. അപ്പൊ LiMO2 gives Li1 - x MO2 plus x Li plus x ഇലക്ട്രോൺ. ഇതാണ് ചാർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാഥോഡില് ലിത്തിയേറ്റഡ് ഗ്രാഫൈറ്റ് എന്ത് ചെയ്യും, ഈ എക്സ് Li പ്ലസിനെയും എക്സ് ഇലക്ട്രോണിനെയും സ്വീകരിച്ച് LiXCg ആയിട്ട് മാറും. ആനോഡിൽ പുറത്തേക്ക് കൊടുത്ത എക്സ് Li പ്ലസിനെയും എക്സ് ഇലക്ട്രോണിനെയും എന്ത് ചെയ്യും, ഗ്രാഫൈറ്റ് ലിത്തിയേറ്റഡ് ഗ്രാഫൈറ്റ് സ്വീകരിക്കും. അതാണല്ലോ റിഡക്ഷൻ. ഇനി എന്ത് ചെയ്യുക, ഒരേപോലുള്ളതിനെ വെട്ടിക്കളഞ്ഞിട്ട് റൈറ്റിലുള്ളതിനെ കൂട്ടി റൈറ്റിൽ എഴുതുക, ദെൻ ലെഫ്റ്റ്. LiMO2 plus Cg gives LiXCg plus Li1 - x MO2. Okay, then discharge. During discharging, the cell acts as an electrochemical cell where the chemical energy is converted into electrical energy. The discharging സമയത്ത് ഇവർ ഇലക്ട്രോകെമിക്കൽ സെൽ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് നേരെ തിരിച്ച് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ LiMO2 is the cathode and graphite is the anode. ഡിസ്ചാർജിങ് സമയത്ത് ആനോഡിൽ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ എഴുതിയ കാഥോഡിന്റെ റിയാക്ഷനെ നേരെ തിരിച്ചെഴുതുന്നതാണ് ഇവിടുത്തെ ആനോഡിന്റെ റിയാക്ഷൻ. നേരത്തെ നമ്മൾ ചാർജിങ് സമയത്ത് എഴുതിയ കാഥോഡ്, അതിനെ നേരെ എന്ത് ചെയ്യുക, റിവേഴ്സ് എഴുതുക. LiXCg gives x Li plus x electron plus Cg. This is the oxidation. അപ്പോൾ ആദ്യം ഒരു റിയാക്ഷൻ പഠിച്ചാൽ മതി, അത് കഴിഞ്ഞിട്ട് ഇതിനെ നേരെ എന്ത് ചെയ്താൽ മതി, തിരിച്ചെഴുതുക. ആദ്യത്തെ കാഥോഡിനെ തിരിച്ചെഴുതുന്നതാണ് ഇവിടുത്തെ ആനോഡ്. Then this Li plus ion produced during oxidation diffused through the electrolyte and reaches at the cathode for reduction. ഇനി ഇവരുടെ കാഥോഡിന്റെ റിയാക്ഷൻ എന്തായിരിക്കും, നേരത്തെ ആനോഡിന്റെ റിയാക്ഷനെ നേരെ തിരിച്ചെഴുതുന്നതാണ് ഇവിടുത്തെ കാഥോഡിന്റെ റിയാക്ഷൻ. Li1 - x MO2 plus x Li plus x electron gives LiMO2. ദെൻ അവരുടെ എന്ത് ചെയ്യുക, നെറ്റ് റിയാക്ഷൻ എഴുതുക. അപ്പം ആദ്യത്തെ റിയാക്ഷൻസ് മാത്രം പഠിച്ചാൽ മതി, ചാർജിങ്ങിൻ്റെ ഡിസ്ചാർജിങ്ങും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്താൽ മതി, തിരിച്ചെഴുതിയാൽ മതി. ആദ്യത്തെ റിയാക്ഷൻസിൻ്റെ ആനോഡിനെ നേരെ തിരിച്ചെഴുതുന്നതാണ് ഇവിടുത്തെ കാഥോഡ്, ആദ്യത്തെ റിയാക്ഷൻ്റെ കാഥോഡിനെ നേരെ തിരിച്ചെഴുതുന്നതാണ് ഇവിടുത്തെ ആനോഡ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ആ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ലിത്തിയം എന്ത് ചെയ്യുക, ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇലക്ട്രോലൈറ്റ് ഉണ്ട്, ലിത്തിയം സോൾട്ട്. ഇതാണ് ലിത്തിയം അയോൺ ബാറ്ററിയുടെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ,
Then advantages. Lithium-ion batteries are lighter than other equivalent batteries. Lighter ആണ്, can handle hundreds of charge-discharge cycles. Then do not use poison metals like mercury, cadmium, lead, etc. അതായത് പോയിസൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ലിഥിയം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് സൈസിലും ഷേപ്പിലും അവൈലബിൾ ആണ്. They have no memory effect, which means that if do not have completely discharged them before recharging. അതായത് അവർക്ക് മെമ്മറി എഫക്റ്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഡിസ്ചാർജ് ചെയ്തിട്ടേ ചാർജ് ചെയ്യാവൂ എന്നൊന്നും ഇല്ല, നമുക്ക് അല്ലാതെ തന്നെ ചാർജ് ചെയ്തത് ഉപയോഗിക്കാനായിട്ട് പറ്റും. Disadvantage, they will be destroyed 2 or 3 years from the date of manufacture whether you used them or not. നമ്മൾ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ഒരു 2-3 വർഷത്തിന് അകത്ത് എന്ത് ചെയ്യും, ഇത് ഡിസ്ട്രോയ് ആയി പോവും. They are extremely sensitive to high temperature. ഹൈ ടെമ്പറേച്ചറിന് സെൻസിറ്റീവ് ആണ്. എക്സ്പെൻസീവ് ടു മാനുഫാക്ചർ, കുറച്ച് എക്സ്പെൻസീവ് ആണ്. If they get completely discharged then destroyed. കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ അത് എന്ത് ചെയ്തു പോവും, ഡിസ്ട്രോയിഡ് ആയി പോവും. അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Then application used in notebook computers, mobile phones and other electronic devices, used in small digital music devices, MP3 players, digital camera, laptop, military application. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ലിഥിയം അയോൺ ബാറ്ററിക്ക് വരുന്ന ആപ്ലിക്കേഷൻസ്. പിന്നെ നമ്മൾ നോക്കിയത് ഇലക്ട്രോകെമിക്കൽ സീരീസ്, പിന്നെ സെല്ല്, പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, അതിൽ സെക്കൻഡറി സെല്ലിലെ ലിഥിയം അയോൺ ബാറ്ററി, അതിൻ്റെ വർക്കിംഗ്. ഓക്കെ, താങ്ക് യു.